ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ തെലങ്കാന സ്പെഷ്യൽ ബെല്ലം കൊമ്മുലുവാണ് ഉണ്ടാക്കുന്നത്. തെലങ്കാന മാത്രമല്ല, ആന്ധ്രയിലും വളരെ പ്രിയപ്പെട്ട ഒരു മധുര പലഹാരമാണ് ബെല്ലം കൊമ്മുലു. പേര് പോലെ തന്നെ ബെല്ലം വെച്ചിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ ഈ ബെല്ലം കൊമ്മുലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കി വരാം. നമ്മുടെ ബെല്ലം കൊമ്മുൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പൊടി എടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ, അതായത് വെണ്ണയുണ്ടല്ലോ, അത് ഉരുക്കിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നമ്മൾ തൊട്ടാൽ പറ്റാത്ത പാകത്തിലേക്ക് ആക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഡോ ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കാം. ഈ ഡോ സ്മൂത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് സോഡ കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്. വലിയ ഡോയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. ഇനി ചപ്പാത്തിയെ നമ്മൾ കത്തി വെച്ചിട്ട് നീളം ഷേപ്പിൽ, ഇത് വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കാം. അധികം എണ്ണ ഒഴിക്കാതെ നമ്മുടെ പാൻ ഫ്രൈ ആയിട്ട് വേണം ഈ ബെല്ലം കൊമ്മുലുടെ പീസസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായി മുരിയുന്നത് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമുക്ക് ബെല്ലം സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 150 ഗ്രാം ബെല്ലം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം സിറപ്പ് രൂപത്തിലേക്ക് ഒട്ടും പൊടിയോ കലപ്പോ ഇല്ലാതെ നമ്മൾ മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊമ്മുലു പീസസ് ഉണ്ടല്ലോ, കൊമ്മുലു കഷ്ണങ്ങൾ, ആ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ആ സിറപ്പ് പറ്റുന്നത് വരെ ഇളക്കിയെടുക്കാം. ബെല്ലം കൊമ്മുലു ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇഷ്ടമുള്ള സമയത്ത് കുട്ടികൾക്ക് വലിയവർക്ക് ആർക്കിടെങ്കിലും ഇത് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തെലങ്കാന സ്പെഷ്യൽ ബെല്ലം കൊമ്മുലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പിക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.